യോ ചാറ്റ് എടാ പാർട്ട് 6 ആറാമത്തെ പാർട്ടല്ലേ തന്നെ മുത്തേ നമ്മളവിടെ ടെമ്പിളിൽ ഇവിടെയൊക്കെ പോയിട്ട് അവിടെ നിന്നിരുന്ന ദുഷ്ടശക്തികളെയൊക്കെ അടിച്ച് കളഞ്ഞിട്ട് ഇപ്പം വേണ്ട ഒരുപാട് പേരെ സഹായിച്ച് എല്ലാം കഴിച്ചുകൊണ്ട് നമ്മളിപ്പോൾ വീണ്ടും ഇവിടെ നിൽക്കുവാണ് ഗായ്സ് ഷാഡോ ഓവർ മോണ്ടസ്റ്റാൻഡ് വേണ്ട അതിലോട്ട് നമുക്ക് പോകണമെങ്കിൽ റാങ്ക് 10 ആവണം. മനസ്സിലായില്ലേ? ഇതാണ് മെയിൻ സ്റ്റോറിയുടെ ബാക്കി സ്റ്റോറിയുടെ മെയിൻ ആർക്കിൻ്റെ സ്റ്റോറി ക്വസ്റ്റുകൾ വേറെ പല ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് കംപ്ലീറ്റ് ആക്കലിന് അടുത്തിലോട്ട് പോകാൻ പറ്റും. നമുക്ക് വേൾഡ് ക്വസ്റ്റ് അത് 2-3 പോകാം. കാരണം വെച്ചാൽ അതാണ് എനിക്ക് ഇവിടെ കൂടെയൊക്കെ എളുപ്പമെന്നാണ് തോന്നുന്നത്. വേൾഡ് ക്വസ്റ്റ് പോയിട്ട് നമുക്ക് പതിയെ ബാക്കി കാര്യങ്ങളോട്ട് പോകാം. ആർട്ട് ഓഫ് കുക്കിംഗ് ദ ബ്ലെസ്സിങ് ഓഫ് 7 എടാ ബ്ലെസ്സിങ് ഓഫ് 7 പോയിട്ട് നമുക്ക് അടുത്തിലോട്ട് പോകാം. അതിന് വേൾഡ് ക്വസ്റ്റ് കംപ്ലീറ്റ് ആക്കാം. അതിനുശേഷം എങ്കിലും മെയിൻ ക്വസ്റ്റിലോട്ട് പോകാൻ പറ്റും. അങ്ങനെ കൊണ്ട് ടെലിപ്പോർട്ട് അടിക്കേണ്ടി വരും കേട്ടോ. ടെലിപ്പോർട്ട് അടിക്കേണ്ടി വരും. വില്ലൻ കുണ്ണ എടാ വാടാ നിന്നെ അറിഞ്ഞാൽ വിട്ടു. വെള്ളത്തിൽ കിടക്കണം പട്ടിപ്പുണ്ട. അതെന്തൊരു കോയിനൊക്കെ അതൊക്കെ എന്തൊരു മാതിരി കോയിനൊക്കെ കാണിക്കണ ലൊട്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലേ. ഇങ്ങോട്ട് പോയല്ലേ എടാ നമ്മൾ HP കയറണല്ലോ. HP കയറാൻ തരണം ചാറ്റ്. ഇപ്പോൾ 19 ലെവലുണ്ട് പക്ഷേ HP കയറണില്ല. പൈമോൺ ഇറ്റ്സ് എ സ്റ്റാച്ചു ഓഫ് 7 ലെറ്റ്സ് മേക്ക് എ ഓഫറിങ് ആൻഡ് സീ ഇഫ് ഗോഡ്സ് റെസ്പോൺസ് എന്നാ. ഓക്കെ അങ്ങോട്ട് പോകാം. ഇത് എന്താണെന്ന് വെച്ചാൽ നല്ല പാടായിരിക്കും കേട്ടോ. അവിടെ FPS ഒക്കെ കൂടിയിട്ടുണ്ട് പിന്നെ കുഴപ്പമില്ല. ദ വേൾഡ് ഓപ്പൺ ഇറ്റ് സെൽഫ് ബിഫോർ ദ നോബിൾ ഹാർട്ട്സ്. യോ ചാറ്റ് നമുക്ക് പുതിയ മാപ്പിൽ കുറച്ച് സ്ഥലം കൂടെ ഇതായിട്ടുണ്ട് എടാ വന്നിട്ടുണ്ടേ എടേ ടെലിപ്പോർട്ട് വേ പോയിന്റ് അൺലോക്ക് ഇടുന്ന സ്റ്റാച്ചു ഓഫ് 7. ഓക്കെ നല്ല കാര്യം. സ്റ്റാച്ചു വർഷിപ്പ് തൊട്ടോക്കട്ടാ. ഓഫർ ആൾ കൊടുത്തോക്കട്ടെ. എടാ എന്നെക്കൊണ്ട് പറ്റണേക്കെ ഞാൻ ഓഫർ കൊടുത്തിട്ടുണ്ട് ചാറ്റേ. നന്നായിട്ടുണ്ടായിരിക്കും അല്ലേ? അറിയാൻ വയ്യല്ലൊന്നും. എന്തായാലും നന്നായിരിക്കും. ഇതൊക്കെ എന്തൊരു സാധനം? ഇത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? ലെവൽ 2 ആയ. ഓക്കെ സ്റ്റാച്ചു ഓഫ് 7 ടാങ്ക് വിടാൻ വെച്ചാനേ. ടാങ്ക് കേട്ടാ. ലെവൽ 6 എത്രയൊക്കെ ആയിട്ടാ. അത് തന്നെ ലെവൽ 10 ആയാലും മറ്റേ മെയിൻ ക്വസ്റ്റിലോട്ട് പോകാൻ പറ്റും. എടാ നമുക്ക് ബ്ലറിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. അത് ഇടണോടാൻ പറ്റില്ല. എന്തൊരു മോഷൻ ബ്ലർ അത് ഇടണോ ചെറുതായിട്ടെങ്കിലും അതിടണോ? കേസ് ഒന്ന് ഇട്ടോട്ടെ. വെയിറ്റ് ആക്കെ നിങ്ങൾ ലൊട്ട പറഞ്ഞില്ല ചെറുതായിട്ട്. അത് എനിക്ക് എന്തോ ഇത്തിരി കൊള്ളാൻ തോന്നുന്നു. ഞാൻ ലോ ഇട്ടോക്കട്ടെ. അത് ലോയിൻ്റെ ആവശ്യമേ ഇത്തിരി ലോ ഇട്ടോക്കട്ടെ. മോഷൻ ബ്ലർ ലോ കണ്ട. ഇതാകുമ്പോൾ വേണ്ടപ്പോൾ കണ്ടോണേ. കണ്ട ചെറിയൊരിതുണ്ട്. അത് അത്ര മോശമല്ല ചേട്ടൻ. അവിടെ പെട്ടെന്ന് കഴിഞ്ഞ് ഇതാണ് കണ്ട. വേൾഡ് കോസ്റ്റൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്. അത് നമുക്ക് പോയിൻറ്റും കയറും അത്ര എളുപ്പത്തിൽ പോകാൻ മനസ്സിലായില്ല. ബാക്കിലങ്ങനെ എത്തി കൂടെ കൊണ്ടാൽ ഭയങ്കര ടൈം എടുത്തുള്ള പരിപാടിയാണ്. വെൽക്കം ടു അഡ്വഞ്ചർ ഗിൽഡ വേൾഡ് കോസ്റ്റ്. ടാക്ക് ടു ഗാദറിൻ ഫോർ മോർ ഡീറ്റെയിൽസ്. ഗാദറിൻ ഫ്രം അഡ്വഞ്ചർ ഗിൽഡ് ഈസ് സെൻഡ് ആൻ ഇൻവിറ്റേഷൻ. നാവിഗേറ്റ്. അവിടെ പോയി നോക്കാം. ഓക്കെ അങ്ങോട്ട് പോവാം. ഇത്രയും ദൂരവും ഇതെന്ത് പറയുന്നു. എടാ പുണ്ടച്ചക്കളോ ഒന്ന് കേട്ടോ നിൽക്കേ. എടാ പോടാ അതിൻ്റെ മക്കളെ ചാവ് നീയൊക്കെ പോയി. കിട്ടില്ല ഗെയിം അല്ലേ ചേട്ടേ പറയാണ്ടിരിക്കാൻ വയ്യ. ഇനി അവിടെ വെച്ചിട്ട് എന്തിനാണ് തൊട്ടാ. വേൾഡ് കോസ്റ്റ് കുറച്ച് കംപ്ലീറ്റ് ആക്കി ലെവൽ 7 ആയാലേ നമുക്ക് എന്തെങ്കിലും മനസ്സിലായി. ലെവൽ 7 8 8 7 7 8 9 10 ആയതിനു ശേഷം നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാൻ പറ്റും. മെയിൻ ക്വസ്റ്റിലോട്ട്. അതൊരു ഗുണ പരിപാടിയിൽ പോയി പറ്റില്ല. അതിലങ്ങനെ ഇല്ല. ഉദരവേവിൽ കുറച്ച് കാര്യങ്ങൾ സത്യം പറഞ്ഞതിനേക്കാളും കൊള്ളാം. അതാണ് സത്യത്തോടെ ചേട്ടൻ ഉള്ള കാര്യം പറയാല്ലേ. കിട്ടില്ല എന്തായാലും. ഇത് ഒരുപാട് പോണല്ലോ. ഇത് എന്തായിരുന്നാണിത്? ഗ്ലൈഡറാ. വെള്ളത്തിൽ വീണു ലൊട്ട. അയ്യോ ഓർത്തില്ലടാ. ഇതിൽ ഇങ്ങനെയൊക്കെ സാധനം ഉണ്ടായിരുന്നല്ലേ. ഞാൻ ഓർത്തില്ലടാ. ലൊട്ട പറയാം. എടാ ഈ HP കൂട്ടണം എങ്ങനെയാണ്ടാ ചാരിയിലൊന്ന് പറഞ്ഞു തരുമായിരുന്നെങ്കിൽ. എനിക്കൊന്ന് HP കൂട്ടണില്ല. ക്യാരക്ടറിന് ചേഞ്ച് ആക്കിയല്ലേ.
ഇതിൽ സത്യം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ടോ ചേട്ടേ സീരിയസ്ലി. നമ്മൾ എത്താറായി തോന്നുന്നു കേട്ടോ, എത്താറായി തോന്നുന്നു. ഓ എന്തൊരു വലിയ സിറ്റി അല്ലേ, അകത്തോട്ട് കയറാം. ഇതെന്തൊരു ഉണ്ണ, എന്തിനാ പെട്ടിയും പറയൊക്കെ. ഓ ഗാർഡുകൾ മോണ്ടസ്റ്റാറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. മൈൽസ് എന്നാ, മൈൽസിൻ്റെ എന്തോന്ന്. അപ്പം മൈൽസിനെ കാണാനല്ല വന്നു. ഇപ്പം എനിക്ക് ഇവിടെ ചെല്ലണം, ഇവിടെ ചെന്നൊരു സംഭവം സെറ്റ് ആക്കണം. കാതറീൻ്റെ. ഓ എനിക്കറിയാം കാതറീൻ. വെൽക്കം ടു അഡ്വഞ്ചേഴ്സ് ഗിൽഡ്. ആക്ച്വലി ഐ ഹാഡ് മൈ ഐ ഓൺ യു ഫോർ എ ലോങ് ടൈം. മുത്തേ എന്തല്ലേ ഒരുപാട് ഐ ഓൺ ഇറ്റ് വാസ്. ഒത്തേ ഒക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നു കേട്ടോ. കാതറീനെ സിംഗിളാണോ? പ്രൈമോൺ 2 മിനിറ്റാടാ. ഓക്കെ എടാ വിളക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ ചേട്ടേ. നമുക്ക് നോക്കാം. അവിടെ എന്ത് നമുക്ക് ഇതൊക്കെ എന്തിനു കേട്ടിട്ട് കാര്യം ചെയ്യും. ഇതൊക്കെ എന്ത് ചേട്ടേ സീരി ഇതെന്തൊരു കഥ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇത് എടാ ഇതെന്തിരി ഇവള് ഇതെന്തിരി നമുക്ക് ഉപദേശത്ത് തുടങ്ങിയത്. എടാ ഇതൊക്കെ എന്തൊരു സാധനം പറഞ്ഞുകൊണ്ടിരിക്കണവള്. അടുത്ത് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരണം, അഡ്വഞ്ചർ റാങ്കിന്റെ കാര്യങ്ങളും. അടുത്ത് എന്തിരി എനിക്ക് ഇതിന്റെ ക്ലെയിമർ പാടി കേട്ട്. ഓ ഇതൊന്നും ഞാൻ ചെയ്യില്ലായിരുന്നില്ലേ. ഓക്കെ എത്ര വരെ പോവും? ഓ ഇത് ഇഷ്ടം കണക്കിന് പോകല്ലേ. ഇത് കണ്ട 60 വരെയാണ് പോലെ, മാക്സിമം 60 ആണല്ലേ അഡ്വഞ്ചർ റാങ്ക്. ഓക്കെ അതൊക്കെ നമ്മൾ സെറ്റ് ആക്കാം. ഓക്കെ പറഞ്ഞതിന് താങ്ക് യു. ക്ലെയിം ചെയ്യാൻ പറ്റി നീ കാരണം താങ്ക് യു. It's a record of available commission and reward എന്നാ. And it also proof of your membership എന്നാ. എന്തോരം കാര്യങ്ങൾ ഒരിടത്ത് നമുക്ക് ഇതാക്കാൻ ഇതിലൊട്ടാ ചാറ്റേ സീരിയസ്ലി ഒത്തേ. എടാ ഇവള് കഥ പറഞ്ഞ തീരൂല കേട്ടോ. നമുക്കൊരു ഉറങ്ങിട്ട് വന്നാൽ എന്തെങ്കിലും ഒട്ടായത്. കോൺകറാ. ഓ അഡ്വഞ്ചർ റാങ്ക് കൂടി. താങ്ക് യു മോളെ. സീരിയസ്ലി അപ്പോൾ ഇവളുടെ അടുത്തൊന്ന് അഡ്വഞ്ചർ റാങ്ക് കൂടും. ഇവിടെ അഡ്വഞ്ചർ ബുക്ക് എന്നാ. ഇവരുടെ അടുത്ത് വരണോണ്ട് ഉപയോഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ചുമ്മാ അല്ലേ. ഇതൊക്കെ എന്തൊരു ഉപകരിക്കും എന്തോ. നാവി കയറ്റാ ഗൈഡ്. ഓ നമുക്ക് സ്റ്റോറി ക്വസ്റ്റടാ. ഷേ അടി ഇവൻ്റെ അടുത്ത കൊഞ്ചിന്ദ്ര കാണിക്കേ. എൻ്റെ HP എങ്ങനെ കയറ്റുമെന്നാണ് ചാറ്റ് സീരിയസ്ലി. എന്തായാലും നോക്കാം. അടുത്ത സ്റ്റോറി ക്വസ്റ്റിൽ അടുത്തോട്ട് പോവാം. ഇത് സിമ്പിളാണല്ലോ ചാറ്റ് സീരിയസ്ലി. ഓ ഇവൻ്റെ അടുത്ത് നമുക്ക് പോകണമായിരുന്നില്ലേ. അപ്പോൾ ഓക്കെ വാണ നിങ്ങളുടെ നേരെ സംസാരിക്കാനുണ്ടെന്ന് കേട്ടാ. ലെവൽ കൂട്ട് അത് ഉപകരിക്കുമെന്ന്. അണ്ണ ആഞ്ഞ് വർക്കാണല്ല ദ സീക്രട്ട് ഓഫ് ബീങ് എ ഗുഡ് ബ്ലാക്ക് സ്മിത്ത് എന്നാ. അത് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് ഞാൻ കേൾക്കാം. വാട്ട് ഐ ആം ലുക്കിംഗ് ഫോർ എ വെപ്പൺ. ഐ വാണ്ട് ടു ഫൈൻഡ് എ വെപ്പൺ ഫോർ ഫൈം ആണെന്നാ. ഈ ലട്ടയ്ക്ക് എന്തിന് വെപ്പൺ? ഈ എടാ എനിക്കാണ് വെപ്പൺ വേണ്ട സീരിയസ്ലി മുത്തേ. ഐ ആം ദ വൺ ഹിയർ മുത്തേ സീരിയസ്ലി. അവനെന്തിന് വെപ്പൺ? പൊതുവിനും അടിക്കാനാ? എനിക്ക് നോക്കാം. പൈമോണെ ലൊട്ട ഉണ്ടേടാ. Of course, I sell weapons, make them to order and do all the job description for blacksmith. ആയിക്കോട്ടെ, നല്ല കാര്യം. All you need is the ore.
വേർ ഐ ക്യാൻ ഗെറ്റ് ദ ഓർ ഫ്രം. ഡു യു സെൽ ചെയ്യണത് തന്നെ? നോ ബൈ ഫ്രം സമ്മൺ എൽസ്. ഐ ബെർലി ഹാവ് ഇനഫ് ഫോർ മൈ സെൽഫ് എന്നാ. ഓ, നീ എവിടെന്നെങ്കിലും ആ പാറി വാങ്ങിച്ചുകൊണ്ട് വരണം. ഗ്രേറ്റ്, താങ്ക്സ്. അത് തന്നെ. അവിടെ ഇനി ആ സാധനം ഞാൻ ഇവൻ പറഞ്ഞ സാധനം ഞാൻ അവിടെ പോയി തപ്പും. ഷാർപ്പനിങ് ആൻഡ് ആക്സ് ടേക്ക് ടു അണ്ണാ, എനിക്ക് ഒന്നുകൂടെ പറയാനുണ്ട് കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞൊരു സാധനം എവിടെയാണെന്ന്. ആ, ഇതെന്ത് ചെയ്യണം ഞാൻ? സ്റ്റാർട്ട് കൊടുക്കാം. എന്താ കിട്ടിയേട്ടാ? ഒരു ഒടുക്കത്തെ പാടില്ല. ഇത് ഗെയിമല്ലേ? ഇത് ഇത്ര പാടുള്ള ഗെയിം ഇത്? സീരിയസ്ലി മുത്തേ. ഓറ് കണ്ടുപിടിച്ച് അവൻ്റെ അടുത്ത് നല്ല വാളുണ്ടാക്കി തരുന്നു കേട്ടാ. കൊള്ളാമല്ലേ? ഒമാരെല്ലാം ഓർമ്മ വെച്ചേക്കാം, ആവശ്യം വരും ചിലപ്പോൾ. യു സീംസ് ടു ബി ഇൻ എ ബാഡ് മൂഡ് എന്നാ. ബാഡ് മൂഡാ? A glassmith work takes focus and concentration. It does not take small talk with customers എന്നാ. ബിസി അല്ലേ, അതാണ് കുറ്റം പറയത്തില്ല. ഇനി അടുത്ത സംഭവത്തിലോട്ട് പോകണം. അത് കംപ്ലീറ്റ് ആയാ? താങ്ക് യു പെട്ടെന്ന്. എടാ, ഇത് വേൾഡ് സാധനം പെട്ടെന്ന് കേട്ടോ. നമ്മൾ ലെവലപ്പാക്കാൻ വളരെ ഉപകാരപ്പെടുന്ന സാധനം കേട്ടോ. സീരിയസ്ലി ചാറ്റ്, യൂസ്ഫുൾ, റിയലി യൂസ്ഫുൾ. ദ ആർട്ട് ഓഫ് കുക്കിംഗ് ചാറ്റ്. ദ ആർട്ട് ഓഫ് കുക്കിംഗ് ആണ് നമുക്ക് അടുത്തായിട്ട് പോയിട്ട് വല്ല പാചകം ചെയ്യാം. അതാണ് സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അത് തന്നെ. അത് കൊള്ളാം. നല്ലതാണ്. അങ്ങോട്ട് പോവാം. പ്രാവ് മൈരകളെ മാറാ. കുക്കെന്നാ സംസാരിച്ച് കുക്ക്. ആദ്യം വല്ല ഒരാൾ അടുത്ത് നിന്നിട്ട് കയറി വീട്ടിൽ കയറി കുക്ക് ചെയ്യാനാണ് അവിടെ സംസാരിക്കട്ട്. വാട്ട് ഷുഡ് ഐ കുക്ക് നെക്സ്റ്റ് എന്നാ? ആർ യു ട്രാവലേഴ്സ് ഫ്രം അറൗണ്ട് ഹിയർ ആസ് വെൽ? യെസ്. സത്യം നമ്മൾ കുക്ക് ചെയ്യണത് കൊള്ളാൻ തോന്നുന്നു. My travel partner is good at cooking as well. I can only cook a few simple dishes. That's right, I love cooking too. എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്. ഞാൻ ചെയ്തോളാം. ഓക്കെ, നമ്മൾ എന്താണ് ഷോ ചെയ്തു തരാം എന്ന് വെച്ചാൽ നല്ല ചെയ്തു തരാം. ചിക്കൻ മഷ്റൂം സ്ട്രിക്കറാ? അതെന്തിനു കൊണ്ടാ? ചിക്കനും മഷ്റൂമും കൂടെ ആരെങ്കിലും കൂട്ടി തിന്നോടാ? അങ്ങനെ കൊണ്ടാ? കുക്ക് ചെയ്യാ. നമ്മൾ കുക്കറായി മാറി. ഷുഗറാ? അയ്യോ, അത് മതി. എനിക്കിൻ്റെ അളവ് അറിഞ്ഞൂടാ. സത്യം കുക്ക് ചെയ്യാൻ അറിഞ്ഞൂടാ. അയ്യോ, ഞാൻ മുമ്പ് വന്നു. നാണക്കെടൂ. ഇല്ല. ഇനി എന്ത് ചെയ്യണം? മുളകെടുത്ത് കിട്ടാ? ഇനി അടുത്ത എന്ത് ചെയ്യണം? എനിക്കറിയാം. അയ്യോ, ഈ വാളും പറയുന്നു. അല്ല, മാറ്റി വാളും പറയൊക്കെ. റെസിപ്പി ലേൺ. ഓക്കെ, സർവൈവൽ എക്സ്പെർട്ട്. ഭാഗ്യം. ചിക്കൻ കുക്ക് മാനുവലി എന്നാ? അഞ്ചെണ്ണം വേണം. ഇത് പറയും. ഒരെണ്ണം കിട്ടി. നല്ല കാര്യം. അയ്യോ, ലോട്ട കിട്ടി. നല്ല കിട്ടി. വളരെ ലോട്ടളെ മുത്തേ, ഞാൻ കുക്കറായി. കഴിഞ്ഞ? സീരിയസ്ലി സിമ്പിളായിരുന്നു ഇത്രയും. അയ്യോ, ഇനി എന്ത് ചെയ്യണം?
അവിടെ ഈ പറഞ്ഞ എവിടെ നിന്ന് എടുക്കും? ഡ്രോപ്പ്ഡ് ബൈ അനിമൽസ് എന്നാ അവിടെ വെയിറ്റ് ആകെ ഇപ്പോൾ വരാമേ, പോവല്ലേ. ഇനി ഞാൻ ഇറച്ചിക്ക് അവിടെ പോയിനി. ഇവിടെ വല്ല ഇറച്ചി കടയനുണ്ടോ? ശിഷ്, വന്ന് കയറണ്ടായിരുന്നു ചുമ്മാ പ്രശ്നത്തിന്. മര്യാദയ്ക്കാനും വേറെ വല്ല പരിപാടിക്കാൻ പോയാൽ മതിയായിരുന്നു. ഇതൊക്കെ എന്തേലും സാധനങ്ങൾ എന്തേരി കുണ്ടച്ചി മക്കളെ, ഞാൻ ഇവിടെ ബിസി ആയിട്ടിരിക്കുവാണ്. പോടാ നൈൻ്റെ മക്കളെ. ഇടവന്മാരിൽ ഇറച്ചി കാണോടാ? അല്ല ഈ കുണ്ണേരെ കയ്യിൽ എന്തൊരു ഇറച്ചി? ഇവനൊക്കെ ജലഭൂതമല്ലേ, ചുമന്ന ജലഭൂതങ്ങൾ. ഇതൊക്കെ പറിച്ചു വയ്ക്കണതിൻ്റെ ഉപയോഗം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായ മുത്തേ. ഇവിടെ ഇറച്ചിക്ക് ഞാനിത് ശല്യമായാലിത്. മോളെ ഞാൻ തരാം, ഇറച്ചി തരാം. ഇവിടെ എനിക്ക് ഇറച്ചി കടയിലുണ്ടോ? ഇവിടെ ഇവിടെ നോക്കട്ടെ, ഇവിടെ ഇറച്ചി കട ഉണ്ടെങ്കിൽ പോയി ഇറച്ചി വാങ്ങിക്കട്ട്. ഇപ്പം പുലിവാലായല്ലേ പറയും, വച്ച് കൊടുത്തില്ലേ നാണം കെടും. കുഴപ്പമില്ല, നമ്മൾ വയ്ക്കോടാ. എനിക്ക് അറിഞ്ഞുകൂടെ വയ്ക്കാൻ? അണ്ണ ഇവൻ്റെ കട ചോദിച്ചാൽ എന്തെങ്കിലും ഉണ്ടാക്കി. ഇവിടെ ചിക്കൻ സ്റ്റാൾ അവിടെ ഉണ്ടാ, മോണ്ട സ്റ്റാൻഡ്. മോണ്ട സ്റ്റാൻഡ് വണ്ടി. ഇപ്പം എന്തൊരു ഡയമണ്ട് അവൻ്റെ തലയുടെ മുകളിൽ. ഓണർ വിത്ത് കമ്മെന്ന മജോരിയ. ഏത് മയിലാണെങ്കിലും ശരി. പിന്നെ എനിക്കിത്തിരി എന്നാ ഐമോൺ ക്യാൻ സ്മെല്ല് ഫിഷർമാൻ ടോസ്റ്റ്. പുണ്ടേ ഞാൻ അവിടെ പാചകം പാതിക്കച്ച് വന്നേക്കോളൂ. ഇറച്ചി ചോദിക്കാം, ഇറച്ചി കട ഉണ്ടേ പറഞ്ഞാൽ എനിക്ക്. ഇത് ഇവനിത് എന്തേടാ ഇന്ത്യ എടുത്ത് എന്താടാ? ഞാൻ എന്തിനോട് പറഞ്ഞ, നീ എന്തിനു പറഞ്ഞ? പൈമോനെ പറയാ മിണ്ടാടാ തെണ്ടി. That fox cook skill surpassed that good hunters. By Paimon, you personal taster. കുറച്ച് ഇറച്ചി കിട്ടുമെന്ന് നോക്കട്ടെ. സാറാ കുറച്ച് ഇറച്ചി തരൂ ചേച്ചി. Can I get food to go? Sorry to bother you. I like to ask you something. ഇറച്ചി ഉണ്ടോ ഇവിടെ? ഇറച്ചി മീറ്റ് എനിക്ക് എത്തി തരുമോ? എന്താ ഇവൻ്റ് അണ്ടി ഓൺ ഗോയിങ് ആണെന്ന് നോക്കാം. ഓക്കെ താങ്ക് യു. ഇപ്പോൾ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല. അയ്യോ സോറി. കുക്കൊന്നും ചെയ്യട്ടെ. ഇപ്പോൾ കുക്ക് പിന്നെ ചെയ്യാം. അത് ഇമ്പ്രസ് ആക്കാം, പിന്നെ വെയിറ്റ് ആക്കാം. നമ്മളെ ഇമ്പ്രസ് ആക്കിക്കോളാം, കുഴപ്പമില്ല. അയ്യോ സോറി ചേച്ചി. സോറി. ഇവൻ്റെ ഒന്നും അടുത്ത് ചോദിച്ചിരുന്ന കാര്യമില്ല. ഇവനൊക്കെ ഞാൻ പോയിട്ട് ഫുഡ് ഇറച്ചി അവിടെ നോപ്പിക്കും. ഇവിടെ വല്ല പന്നിക്കടയാനുണ്ടോ? ചിക്കൻ കടയുണ്ട്, ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് പോരാ. ചിക്കൻ കടയിൽ ചിക്കൻ തരുള്ളൂ, നമുക്കൊന്നും കിട്ടൂല. നമ്മൾ ഔട്ട് സൈഡർ അല്ലേ, നമുക്ക് തരൂലല്ലോ ഒട്ട പറ. നമ്മൾ എവിടെ നിന്ന് എടുക്കില്ല. എന്ത് പരിപാടി കാണിച്ചാൽ സീരിയസ്ലി അവൾക്ക് ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കും ഞാൻ ഇത്? ചിക്കനും ഇല്ല ആവശ്യ സമയത്ത് നോക്കാൻ. കയറട്ട് പോയി ചിക്കൻ്റെ കാര്യം നോക്കട്ടെ. ഇതിൻ്റെ അകത്തിന് ചിക്കൻ ഉണ്ടായി പെട്ടിയിനകത്ത്, പൊടിച്ചോക്കട്ടെ. പറിച്ച ആപ്പിളും ഗാർബേജും അണ്ടിയൊക്കെ. മഷ്റൂം ഉണ്ടാവും, അത് കൊള്ളാം. കുക്ക് ചെയ്യണമെങ്കിൽ ഇതൊന്നുകൂടെ വേണമായിരുന്നു. ഡ്രോപ്പ്ഡ് ബൈ അനിമൽസ് എന്നാൽ സോഴ്സ് ഇവിടെ നിന്ന് പോയി കണ്ടുപിടിക്കും പറഞ്ഞാൽ. ഇതെന്ത് അടുത്ത കഷ്ടട. ഞാൻ പിന്നെ കുക്ക് ചെയ്ത് വന്നാൽ മതിയാ. ഞാൻ കയറി ഇടപെടേണ്ടായിരുന്നു. പറിക്കാനായിട്ട് ലെവൽ കൂട്ടണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയി ഇടപെടണം. ഇതെന്തായിരുന്നാണ് ഇവിടെ ഒരു അനിമലിനെ പോലും ഇറച്ചി കഷ്ണമൊന്നും കാണണമില്ല. ഇതെന്ത് പൊട്ടാത്തി പറയും. അയൺ ചങ്ക അതായത് ചങ്കെന്ന് കേട്ടിട്ടുണ്ട്, അയൺ ചങ്കെന്ന് തോന്നുന്നു. അവിടെ നൈറ്റ് ആവാറ് കേട്ടോ. ഇവിടെ പാതിരാത്രി ഇവിടെ നിൽക്കണേ അത്ര ശരിയല്ല. ഇതാ അല്ല, നമുക്ക് നാളെ കുക്ക് ചെയ്ത് കൊടുത്താലാ? താഴെ എന്തര് ഒരിത്തിരി ഇറച്ചിക്ക് വേണ്ടി ഞാൻ രാജ്യം മൊത്തം ഓടണമല്ലോ. ഇതെന്തെങ്കിലും ഒട്ട സീറ്റ് ഫ്ലേവർ എല്ലായിടത്തും വയ്ക്കുക. ഏതൊക്കെ എങ്ങനെ ഉപകാരപ്പെടുമെന്ന് പറയത്തില്ല.
സീരിയസ്ലി ചാറ്റ്. എടാ ഈ പറ പൊട്ടിക്കട്ടെ. പൊട്ടടാ മുണ്ടേ. എടാ താഴെ ഒരു പച്ചില പുണ്ടച്ചുമ നിൽക്കണം, അവനെ ഒന്ന് അടിച്ചിട്ട് വരാമേ. ഓടിക്കളഞ്ഞാ? ഓടിക്കളഞ്ഞടാ. അയ്യേ പേടി. പുണ്ടച്ചുമോനെ നീ എന്തൊരു ഇങ്ങനെ നീ പോടാ മയിലേ. അത്രേ ഉള്ളൂ. എൻ്റെ ഹെൽത്ത് കുറഞ്ഞു വരുന്നു. മിസ്റ്റീരിയസ് സ്റ്റീലാ. എടാ പ്രാവ്. സോറി. ഓ കിട്ടി. എടാ അപ്പോൾ പ്രാവിനെ അടിച്ചു വന്നാൽ മതിയായിരുന്നാ? ഓ അപ്പോൾ വേട്ടയാടണമായിരുന്നല്ലേ? അങ്ങനെ ഇരുന്നു. എടാ എന്തിനാ അവിടെ പെട്ടി കാണിക്കണേ? എന്തിനായിട്ട് പെട്ടിയുടെ ചിഹ്നം കാണിച്ചല്ലേ? എന്തായിരുന്നത്? ഇനി പോയിട്ട് കുക്ക് ചെയ്യാം. ധൈര്യമായിട്ട് കുക്ക് ചെയ്യാം. വാ. അവിടെ നൈറ്റായി കേട്ടാ. ഓ അത് രാത്രി ആവാറായി. പെട്ടെന്ന് പോട്ട്. ഇതൊക്കെ എന്തൊരു സാധനം? മിൻറ്റാ? ഇതൊക്കെ എന്തൊരു സാധനം? അവിടെ ഇങ്ങോട്ടല്ല പോണേ, ഇങ്ങോട്ടാണ് പോണ്ട. അതൊക്കെ എന്തൊരു സാധനം? എടാ മാറിപ്പോവാൻ മൈര്. എന്തിനു മുന്നേ കൂടെ ഓടി കളിക്കണം? വേറെ പണിയില്ലേ? എടാ ഇതാണ് സ്ഥലം. രാത്രിയായി കേട്ടാ. പക്ഷേ അവിടെ ഇതല്ല, അവിടെയല്ലേ വിളിക്കണ? അതുകൊണ്ട് എത്തി. ഞാൻ എത്തിയിട്ടുണ്ട്. ഇവിടെ ഫൗള് കിടക്കണ. ഇത് ഞാൻ കണ്ടില്ലായിരുന്നല്ല. പക്ഷെ അത്രയും ദൂരം ചുമ്മാ ഓടേണ്ടി വന്നു. മയില് കുക്ക് ചെയ്യാൻ പോണ മോളെ. ഹേ കുക്ക് ചെയ്തല്ല. ഇതങ്ങനെ കൊടുക്കണം. അങ്ങനെയാണ്. ഒപ്റ്റേൻഡ് 0 പറി. ഓക്കെ അവനാകട്ടെ, കയ്യനാകട്ടെ. എടാ കയ എവിടെയാടാ പറ. ഇതെന്തരടാ ലൊട്ടേടാ മാതിരി. എടാ ഒപ്റ്റയുണ്ടെന്ന് കാണിക്കണ്ട, പക്ഷെ കൊടുക്കാൻ പറ്റില്ല മയില്. എന്ത് കാശ്. ഒപ്റ്റയുണ്ട് പോയി കുക്കിംഗ്. അടുത്ത് കിട്ടിയെന്നാണ്. ഇതെങ്ങനെ കൊടുക്കും നമ്മളതിനെ എങ്ങനെ ഗീവ് അവേ ചെയ്യും? എടാ എന്തായാലും ഒട്ടേനെ കേട്ടോ. അവ നോക്കണം കേട്ടോ ഗൈസ്. നോക്കണം. വെയിറ്റ് ആക്കുക. ഇതെങ്ങനെ കൊടുക്കണമെന്ന് പറയും. കൊടുക്കാൻ പറ്റൂല പറയും. അത് നോക്കാം. എന്തായാലും നമ്മൾ കുക്ക് ചെയ്തല്ല, കൊടുക്കാന്നേ ഉള്ളൂ. അത് കൊടുക്കാതെ നമുക്കത് അടുത്ത പാർട്ടി കൊടുത്താലേ. അത് തന്നെ അടുത്ത പാർട്ടി കൊടുക്കാം. അതിന് കുറച്ച് നോക്കാണ്ട് ഗൈസ്. വെയിറ്റ് ആക്കുക. നെക്സ്റ്റ് എൻ്റെ ആക്കണേ. അതായത് വീഡിയോ അവസാനിക്കണേ ഗൈസ്. അടുത്ത പാർട്ടി നോക്കിയോ പാർട്ട് 7 നമ്മൾ കുക്കിങ്ങിൻ്റെ ബാക്കി.